ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കണത് ഒരു കുക്കുംബർ കിച്ചടിയാണ് കേട്ടോ. ഇത് വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് കുക്കുംബർ കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്ക് വെള്ളരിക്ക കൊണ്ടും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കുക്കുംബറെല്ലാം തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് അരിഞ്ഞ് ഞാനിപ്പോൾ ഒരു കുക്കറിൽ ഇട്ട് വെച്ചു. കുക്കറിലായാലും തുറന്നാണ് വേവിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അടി കട്ടിയുള്ള ചീഞ്ചട്ടിയിൽ അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. 1 സ്പൂൺ ഉപ്പ് ചേർത്തു. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ച് ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് തൈരിൻ്റെ പുളിയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഒരു വിധമൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരപ്പ് നോക്കാം. ഇവിടെ ഒരു 1/2 കപ്പ് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൽ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് തൈര് കൂട്ടി അരയ്ക്കണം കേട്ടോ. വെള്ളം കൂട്ടണ്ട. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പുളിയില്ല, പാകത്തിന് പുളിയേ ഉള്ളൂ. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തൈര് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അരച്ചെടുത്തു. ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കഷ്ണത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. കുക്കുംബർ കഷ്ണത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒരുവിധം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് അതിൽ പിടിച്ച് കാണുമല്ലോ. അപ്പോൾ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ആദ്യം. അപ്പോൾ തൈര് കൂട്ടി അരച്ച നാളികേരം പച്ചമുളകൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിനു മുമ്പ് ഞാൻ അത്ര തന്നെ ഒരു വേറെ പാത്രത്തിൽ അത് ഒരു ചെറിയ കപ്പിൽ തൈര് അടിച്ചു വെച്ചിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലേ പുളിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ തൈരും കൂടി ഒഴിച്ച് നമ്മൾ പിന്നെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. കാരണം കഷ്ണത്തിലുള്ള ഉപ്പല്ലേ ചേർത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. തൈരിൽ ഉപ്പൊന്നും ചേർത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് അതിന് മീതെ നമ്മൾ 1 ടീസ്പൂൺ കടുക് ഞാനിവിടെ ചതച്ച് വെച്ചിരുന്നു. അത് നമ്മുടെ ചപ്പാത്തി പലകയിലൊന്ന് തിരങ്ങിയാലും മതി. ഒന്ന് ചതച്ച് വെച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നല്ലോണം ഒന്ന് ആവി വന്നാൽ മതി. തിളയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് നല്ലോണം ചൂടാക്കി ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ വറുത്തിടേ വേണ്ടു. ഒരു പാൻ വെച്ച് അതിൽ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 3 വറ്റൽമുളകും ഇട്ട് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായി പൊട്ടിയപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കുക്കുംബർ കിച്ചടി തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്